നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന ഇന്ന് കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ഉറുഗ്വായാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന 1-ാം സ്ഥാനത്താണ്. അത് അവർക്ക് തുടരണം, യോഗ്യത ഉറപ്പാക്കണം, അതിനുവേണ്ടി ഇറങ്ങിയാണ്. പക്ഷേ അവരുടെ പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്താണ്. ലിയോ മെസ്സി ഇല്ല. അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ടീമിലേക്ക് കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്റർ മിലാൻ്റെ സൂപ്പർ താരം ലൗട്രോ മാർട്ടിനസിനും പരിക്ക് പറ്റിയത്. അതോടുകൂടി തന്നെ വലിയ മാറ്റങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റോദ്രിഗോ ഡി പോളും പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് അവരുടെ ഒരു സാധ്യത 11 ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അതനുസരിച്ച് മധ്യനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. സാധാരണ മധ്യനിരയിലെ അവരുടെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോഡ്രിഗോ ഡിബോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററുമാണ്. 3 പേർക്കും യെല്ലോ കാർഡുണ്ട്. ഒരു യെല്ലോ കാർഡ് കൂടി കിട്ടുകയാണെങ്കിൽ ബ്രസീലിനെതിരെ അവർക്ക് കളിക്കാൻ പറ്റില്ല എന്നതായിരിക്കും സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ഈ മിഡ്ഫീൽഡിലൊരു മാറ്റം ഉണ്ടാകും. റോഡ്രിഗോ ഡിബോൾ പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു നോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധ്യതയില്ല എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു. ലിയാൻഡ്രോ പെരഡസും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ തിയാഗോ അൽമെയ്ഡ മധ്യനിരയിൽ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഡിഫൻസിൽ നാഹുൽ മോളിനെയും ക്രിസ്റ്റ്യൻ റൊമേറയും നിക്ലാസ് ഓട്ടോമെൻ്റെയും നിക്ലാസ് ടാഗ്ലിയാഫിക്കോയുമായിരിക്കും. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസും ഉണ്ടാകും. അപ്പോൾ പിന്നെ മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സി ഇല്ല, അതുപോലെ തന്നെ ലൗട്രോയും ഇല്ല. പിന്നെ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഹുലിയാനോ സിമയോണി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഹുലിയാനോ സിമയോണിയും നിക്കോ ഗോൺസാലസും ഹുലിൻ ആൽവരസും ഒരുമിച്ച് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചേക്കും. അപ്പോൾ ഇതിൽ ഹുലിയാനോ സിമിയോണിയെക്കുറിച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെയധികം ടീമിന് ഗുണകരമാവുന്ന തരത്തിലുള്ള കളിക്കാരനാണ് ഹുലിയാനോ സിമിയോണി എന്ന്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ ഏത് കോച്ചും ഇഷ്ടപ്പെടും എന്നുകൂടി പറയുന്നുണ്ടായിരുന്നു സ്കലോനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അർജൻറ്റീനയുടെ ഇന്നത്തെ 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുൽ മൊളീന, ക്രിസ്റ്റ്യൻ റൊമേറോ, നിക്ലാസ് ഓട്ടോമെൻ്റി, നിക്ലാസ് ടാഗ്ലിയാഫിക്കോ, മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും തിയാഗോ അൽമെയ്ഡയും, മുന്നേറ്റത്തിൽ നിക്ലാസ് ഗോൺസാലസും ഹുലിയാനോ സിമിയോണിയും ഹുലിൻ ആൽവേരസും. ഏതായാലും ഇന്നാണ് മത്സരം. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ രാവിലെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് മത്സരം ആരംഭിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.